തൃശൂരിലെ കനത്ത തോൽവിക്ക് ഹൈക്കമാൻഡുമായുള്ള ചർച്ചയ്ക്ക് കെ മുരളീധരൻ ഇന്ന് ദില്ലിക്ക് പോകും. തൃശൂരിലെ തോൽവിയും മുരളീധരന്റെ സ്ഥാനം സംബന്ധിച്ചും ചർച്ച നടക്കും. മുരളീധരനുമായി തൃശൂർ DCC പ്രസിഡന്റ് ചുമതലയുള്ള VK ശ്രീകണ്ഠൻ ചർച്ച നടത്തി. ഹൈക്കമാൻഡിന് മുന്നിൽ തൃശൂരിലെ കനത്ത തോൽവി കെ മുരളീധരൻ വിശദീകരിക്കും. തൃശൂർ ജില്ലാ നേതൃത്വം സഹകരിച്ചില്ല, KPCC കാര്യക്ഷമമായി ഇടപെട്ടില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ഹൈക്കമാൻഡിനെ അറിയിക്കും. തോൽവിക്ക് ശേഷം വരുന്ന അവസരം ഉപയോഗിക്കാനാണ് തീരുമാനം. KPCC പ്രസിഡന്റിന്റെ പിന്തുണ മുരളീധരനുണ്ട്. പാർട്ടി പറയുന്നതനുസരിച്ച് മുന്നോട്ടു പോകും. ഉപതെരഞ്ഞെടുപ്പിൽ മത്സരത്തിനില്ല. ഗ്രൂപ്പുകൾക്ക് അതീതമായ പിന്തുണ ലഭിക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമാകാനാണ് ആലോചന. മുസ്ലിം ലീഗും കെ മുരളീധരനായി ചരട് വലിക്കുന്നു. തോൽവിക്ക് ശേഷം വിട്ടുനിൽക്കുന്ന കെ മുരളീധരനുമായി തൃശൂർ DCC പ്രസിഡന്റ് ചുമതലയുള്ള VK ശ്രീകണ്ഠൻ ചർച്ച നടത്തി. കോഴിക്കോട്ടെ വസതിയിൽ ചൊവ്വാഴ്ച രാത്രി നടന്ന കൂടിക്കാഴ്ച 1 മണിക്കൂർ നീണ്ടു. തൃശൂർ പ്രചരണത്തിന് മുന്നൊരുക്കം ഉണ്ടായില്ലെന്ന് ശ്രീകണ്ഠൻ പറഞ്ഞു. മുരളീധരൻ പാലക്കാട് മത്സരിക്കുന്നത് തള്ളിക്കളയാനാവില്ല. തീരുമാനമെടുക്കേണ്ടത് ഹൈക്കമാൻഡാണെന്നും ശ്രീകണ്ഠൻ പ്രതികരിച്ചു. സാധ്യതയൊന്നും തള്ളിക്കളയാൻ കഴിയില്ല. കാരണം കേരളത്തിൽ കോൺഗ്രസ് പാർട്ടി ആരെ എവിടെ തീരുമാനിക്കുന്നു എന്നുള്ളത് ഹൈക്കമാൻഡും കൂടി മുതിർന്ന നേതാക്കന്മാരുടെയും അഭിപ്രായം കൂടെ കണക്കിലെടുത്തായിരിക്കും. പാലക്കാട് എന്തായാലും ഒരു ഊർജ്ജസ്വലനായിട്ടുള്ള ശക്തനായ ഒരു സ്ഥാനാർത്ഥി UDFൻ്റെ ഉണ്ടായാൽ ഉറപ്പായിട്ടും ജയിക്കുന്നൊരു മണ്ഡലമാണ്. പ്രത്യേകിച്ച് BJPൻ്റെ A+ മണ്ഡലം കൂടിയാണ് പാലക്കാട്. അത് ശരിയാണ്. പക്ഷേ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 9000-ലധികം വോട്ടിൻ്റെ പിറകിലായിരുന്നു UDFനേക്കാൾ BJP. അതുകൊണ്ട് UDF ജയിക്കുന്നൊരു മണ്ഡലമാണ്. ആര് സ്ഥാനാർത്ഥിയാണെന്നുള്ളതൊക്കെ പാർട്ടി നേതൃത്വമാണ് തീരുമാനിക്കേണ്ടത്. തൃശ്ശൂരിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ചുമതലപ്പെടുത്തിയത്. എല്ലാവരുമായി ചർച്ച നടത്തി മുന്നോട്ടു പോകും. 2 ദിവസത്തിനകം തൃശൂർ DCC പ്രസിഡന്റിന്റെ ചുമതല ഏറ്റെടുക്കുമെന്നും ശ്രീകണ്ഠൻ അറിയിച്ചു. കൈരളി ന്യൂസ്, കോഴിക്കോട്.